पास कितना लोग हैं? अभी हम दो है, 5 लोग वो है मैनेजर। आपके पास छोटा बच्चा है ना? एक बच्चा एक बच्चा है। वो किधर है भाई? वो आया अभी, आ रहे हैं? आया। वो टूरिस्ट है आप नेपाल से? हाँ, नेपाल से। कितना लोग हैं आप? कितना लोग हैं आपके पास? आपके पास आपके साथ कितना लोग हैं? 7 आदमी है। 7 आदमी। 7 आदमी आया अभी, सब आया। अभी आया? हाँ, अभी आया। हाँ, ഹഷ്മി, നേപ്പാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 7 പേരാണ്. ചേട്ടൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നയാളാണോ? പേരെന്താ ചേട്ടാ? കുമാരൻ. കുമാരൻ. അതെ. എങ്ങനെയാ കുടുങ്ങിയത് അവിടെ? നമ്മളിപ്പോ വീട് ഈ സൈഡായിരുന്നു. ഉരുളോട്ട് വന്നപ്പോൾ 1:30 മണിയായി. മുകളിലോട്ട് ഓടി ചെയ്താണ്. നേല എസ്റ്റേറ്റ് ഉണ്ട് അവിടെ. ആ റിസോർട്ടിൽ പോയി കൂടി 2 ദിവസം. കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഉണ്ടോ? ആ, കൂടെ ഉണ്ട്. ഭാര്യയുണ്ട്, വൈഫുണ്ട്. പിന്നെ കുട്ടികളൊക്കെ പുറത്താണ് പണിയുള്ള. വേറെ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം വെള്ളമൊക്കെ കിട്ടിയോ? ഭക്ഷണമൊക്കെ റിസോർട്ടിലുണ്ടായിരുന്നു. ക്ഷീണമൊക്കെ ഉണ്ട്. നേരെ ഇനി ആശുപത്രിയിലോട്ടായിരിക്കും. ആശുപത്രിയെ എന്താ സംഭവം അറിയില്ല, ഭയങ്കര ടയർഡായിരിക്കുന്നു. വലിയ ഭീകരമായ അവസ്ഥയാണ്. പിന്നെ വമ്പ സൗണ്ടായിരുന്നു, എമ്മാതിരി സൗണ്ട് അറിയും. ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുക, ഏലക്കാട്ട് കൂടെ ഓടി രക്ഷപ്പെടുക. റോട്ടിൽ കൂടെ പോകുന്നെങ്കിൽ നമ്മളെ കൊണ്ടുപോകും. സമയം ഉണ്ടായിരുന്നോ അതിന് ഓടാനൊക്കെ? ഓടാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായി. 3-4 പ്രാവശ്യമല്ല വണ്ടി വന്ന് ഇടിച്ചേ. അല്ല, വണ്ടിയല്ല, 4 പ്രാവശ്യം ഇടിഞ്ഞത്. അവിടെ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ വീടൊക്കെ പോയി. ഞങ്ങൾ രാത്രി 1:30 ഇത് പൊട്ടിയപ്പോൾ ഓടി, ഏലക്കാട് വഴി ഓടി മുകളിൽ കയറി നിന്ന വലിയ ശബ്ദത്തോടെ പൊട്ടി വരിക. വലിയ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ പൊട്ടുന്നതിൽ. ഒരു 1:30 മണി കൃത്യമായപ്പോൾ ഭയങ്കര സൗണ്ട്. വേഗം ഒന്നും നോക്കിയില്ല, കെട്ടിയ സാധനം എടുത്തിട്ട്. ഒരുപാട് പേരെ ഇവിടെ നിന്നും കാണാതായിട്ടുണ്ട് ഇതിനോടകം. ഈ ഭാഗങ്ങളൊക്കെ മൊത്തം വീടുണ്ടായതാ. ഇതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോന്നല്ലോ അറിയാം. ഒന്നും പറയാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ എന്താ പറയാ, രക്ഷപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു. നിലവിൽ ഹഷ്മി, ഈ നമ്മൾ കാണുന്നത് ജീവിതത്തിലേക്ക് കൈപിടിച്ചു വരുന്ന ആളുകൾ, ആശ്വാസം എന്നേ പറയണ്ടു. ചേച്ചി, ഇത് എവിടുന്നാ വരുന്നേ? ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണോ? അല്ലല്ല, ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. വനറാണി എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്. സ്റ്റാഫുകളാണ്. ഇവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. വലിയ സൗണ്ടോട് കൂടി ഇത് പൊട്ടി വരികയായിരുന്നല്ലേ? സൗണ്ട് കേൾക്കായിരുന്നു. പുഴയിലൊക്കെ സൗണ്ട്, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. നടക്കട്ടെ. ഇപ്പോ ഹഷ്മി, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരായി രക്ഷപ്പെട്ടു വരികയാണ്. കേരള പോലീസിനെയും ഫയർഫോഴ്സിനെയൊക്കെ ഇക്കാര്യത്തിൽ നമ്മൾ അഭിനന്ദിച്ചേ തീരൂ. കാരണം അവർ എടുക്കുന്നത് സമാനതകളില്ലാത്ത ജോലിയാണ്. ഇതേ ഒരു പിഞ്ചു കുഞ്ഞിനെ കരക്കെത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്നത്. അദ്ദേഹം ആ കുഞ്ഞിനെ തോളിൽ ഇരുത്തിയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒരു കുടുംബത്തെ ഇപ്പോൾ മുകളിലേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ നാടിനെ നിലനിർത്തുന്നത് ഹഷ്മി. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ നാടിന് എന്നെന്നും പ്രചോദനമായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ സൈന്യത്തിന്റെയും NDRFന്റെയും പോലീസിന്റെയും അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും ഒക്കെ സംഘം ഇവിടെ ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഹഷ്മി നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്ഥലത്തേക്ക്, ഈ ടെറൈൻ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ, ഒന്ന് നിലവിൽ ഈ ടെറൈൻ കണ്ടാൽ മനസ്സിലാകും ഹഷ്മി, ചെങ്കുത്തായ ഭാഗമാണ്, ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. അതായത് വെള്ളം മുകളിൽ നിന്നും കുത്തിയൊലിച്ചെത്തി അത് ചെങ്കുത്തായി ഒഴുകി താഴേക്ക് പോയ ആ സാഹചര്യത്തിലാണ് ഇതുള്ളത്. ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പറ്റിയവർ മുകളിൽ വനറാണി എസ്റ്റേറ്റിലൊക്കെ, വനറാണി റിസോർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവരെയാണ് ഈ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. ഈ പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരടക്കം ആരും കടന്നു വരില്ല. കാരണം അങ്ങനത്തെ ടെറൈനാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ള മേഖലയാണ്. മണ്ണിടിച്ചിലുണ്ട്, അതോടൊപ്പം തന്നെ വലിയ വെള്ളക്കെട്ട്, വെള്ളം കുത്തിയൊലിച്ചിറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഒരു മേഖലയാണ്. അത് മാത്രമല്ല, നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് ഈ മേഖലയിലേക്ക്. അതായത് ചൂരൽമലയിൽ നിന്നും ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ നടന്നിങ്ങ് വരണം ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക്. അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ വീണ്ടും നടക്കണം ഈ ഭാഗത്തേക്ക്, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഹഷ്മി രക്ഷാപ്രവർത്തനം നടക്കേണ്ടിയിരുന്നത്. ഇവിടേക്കാണ് കൂടുതൽ ആളുകൾ ഇനിയും വരേണ്ടിയിരുന്നത്. അല്പസമയം മുമ്പ് അക്കരക്കരയിൽ രക്ഷപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, ഈ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ആർക്കും ഓടി മാറാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഹഷ്മി, നമുക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തകൾ വല്ലതും ഉണ്ടാകുമോ എന്ന ഭയമുണ്ടാകുന്നു.
ഒരു പക്ഷേ അവരെ പോലെ ഈ കരയിലുണ്ടായിരുന്ന ആളുകളും ഞാനിപ്പോൾ നിൽക്കുന്ന കരയിലുണ്ടായിരുന്ന ആളുകളും ഓടി ഈ ഏലക്കാട്ടിലേക്കൊക്കെ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘം ഇപ്പോൾ കേരള പോലീസിൻ്റെ ദൗത്യ സംഘം അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. കേരള പോലീസിൻ്റെയും അതോടൊപ്പം ഫോഴ്സിലെയും ദൗത്യ സംഘം എത്തിയിരിക്കുന്നു. അവർ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായം ചെന്ന ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു. എന്തോ സർജറി ഊരന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് കഴിഞ്ഞത് കുട്ടി വരുന്നു. അമ്മ ഇവിടെയാണോ താമസം? ഇവിടെയാണ്, ഞങ്ങളെ വീട് ഇവിടെയാ. വീടെല്ലാം ഒലിച്ചു പോയല്ലേ? ഇല്ല, വീട് ഞങ്ങളത് പോയിട്ടില്ല. ഉടനെ ഞങ്ങൾ മേലെ റിസോർട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതാ. വീട്ടിലുള്ള എല്ലാരും ഉണ്ടോ? ഇപ്പൊ എല്ലാരും കൂടെ ഉണ്ടോ? എല്ലാരും കൂടെ ഉണ്ടത് വരുന്നു. വെള്ളമൊക്കെ കുടിക്ക്. ഹഷ്മി, ദൃശ്യങ്ങളിൽ കാണാം വലിയ തളർച്ചയുള്ള ക്ഷീണിതരായ ആളുകൾ വരുന്നതാണ്. അതിന് കുട്ടി കുറച്ച് വെള്ളവും ഹഷ്മി, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രക്ഷാ സംഘം, പോലീസും അതോടൊപ്പം ആർമിയും സംഘം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ്. അമ്മ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായതമ്മ? രാത്രി ഒരു 1:30 ആയി. അപ്പം ഞങ്ങൾ 2 മക്കളും ഞങ്ങളും ഒക്കെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് കുടുകുടുന്ന് ഒച്ച വരുന്നത്. ഞങ്ങളോട് ആരും മാറി താമസിക്കാനൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ കാലാകാലം ഇവിടെ തന്നെയാണ്. ഇത് മരുമോളാണ്. വെള്ളം കുടിക്കേ, പ്രശ്നമില്ല, രക്ഷപ്പെട്ടില്ലേ? സർജറി കഴിഞ്ഞിട്ടതാ. അവര് സുരക്ഷിതരായിരിക്കും. ആയിക്കോട്ടെ. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ ആർമി ജവാന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, സുരക്ഷിതരായിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഹഷ്മി, നിലവിലിപ്പോൾ നമ്മൾ കാണുന്നത് ഈ രക്ഷപ്പെട്ടെത്തിയ ആളുകൾ, അതായത് അക്കരെ കരയിലൊക്കെ ഉണ്ടായിരുന്നവരാണ്, രക്ഷപ്പെട്ടെത്തിയവരാണ്. അവർ ക്ഷീണിതരാണ്, തളർച്ചയുണ്ട്. പക്ഷേ എങ്കിലും ഹഷ്മി, അവർ അവരുടെ ജീവിത തീരത്തേക്ക് തിരിച്ചു വരികയാണ്. രാഹുൽ, അങ്ങോട്ടേക്ക് ഒരുപാട് പോകണ്ട. രാഹുൽ, അവിടെ ഈ ടെറൈൻ വളരെ മോശമാണ് ഹഷ്മി. അത് വളരെ മോശം പിടിച്ച ടെറൈനാണ്. ഈ ചെങ്കുത്തായി കിടക്കുകയാണ്, ഉരുളൻ കല്ലുകളാണ്. ഇത് ഉരുണ്ട് വേണമെങ്കിൽ താഴേക്ക് പോകാവുന്ന അവസ്ഥയാണ്. വലിയ തോതിൽ ചെളിക്കെട്ട് ഇവിടെയുണ്ട്. പുഴ കുത്തി ഒഴുകുകയാണ്. ഒരു നല്ല കാഴ്ച നമ്മൾ കണ്ടു. പ്രായമുള്ളവർ രക്ഷിക്കുന്നത് കണ്ടു. പ്രായമുള്ള ഒരു ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ഒരു പ്രായമുള്ള ഒരു ചേച്ചി എല്ലാവരും കൂടി എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അങ്ങനെ രക്ഷാദൗത്യത്തിൻ്റെ അസുലഭമായ, അസാധ്യമായ, അസാമാന്യമായ, അസാധാരണമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അത് അസാധാരണം തോന്നാൻ കാരണം, അത് ഒരു നേരിയ ആശ്വാസത്തിൻ്റെ കുളിർമഴ തോന്നാൻ കാരണം, നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നത് അത്രത്തോളം ഡിസ്ട്രസിംഗ് ആയ, അത്രത്തോളം സങ്കടമുണ്ടാക്കുന്ന, അത്രത്തോളം തൊണ്ടയിൽ ഒരു തേങ്ങൽ തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അത്രത്തോളം മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങളാണ് രാവിലെ മുതൽ കണ്ടത്. രാവിലെ കാണുന്നതൊക്കെയും ചാലിയാറിൻ്റെ തീരത്തടിഞ്ഞ മൃതദേഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രാവിലെ ഈ മുണ്ടക്കയിൽ ഓരോ വീടുകൾ പൊളിഞ്ഞ് അതിനുള്ളിൽ കിടന്ന മൃതദേഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ ദുരന്തത്തെ വാർത്ത കേട്ട അപ്പം മുതൽ ഈ 166 മരണം എന്ന വാർത്ത കേൾക്കുന്നത് മുതൽ കേൾക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ മരണം 167 എന്ന വാർത്ത വരുന്നുണ്ട്. ഓരോ മിനിറ്റിലും മൃതദേഹം, മണ്ണിനടിയിൽപ്പെട്ട മൃതദേഹമൊക്കെ തെരച്ചിൽ നടത്തുന്ന രക്ഷാദൗത്യ സേനാംഗങ്ങൾ കണ്ടെടുക്കുന്നു. ഇപ്പോൾ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്ത, മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ട് വയനാട്ടിലേക്ക് നീങ്ങി തുടങ്ങിയെന്നാണ്. മലപ്പുറത്ത് നടന്ന വാഹനാപകടത്തിൽ അവർക്ക് കൈക്കും കണ്ണിനും പരിക്കേറ്റിരുന്നു. ചെറിയ പരിക്കാണ്. പക്ഷേ മലപ്പുറത്തെ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സ തേടിയ ശേഷമാണ് മന്ത്രി വയനാട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ദീപക് ധർമ്മടം നൽകുന്ന വിവരങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമുക്ക് ഒരുപക്ഷെ കേരളത്തിന് പരിചയമില്ലാത്ത ടെറൈനും അതുപോലെ തന്നെ ഈ ദുരന്തവുമാണ് ഇപ്പോൾ അരങ്ങേറിയതെന്നാണ് ഈ കാഴ്ചകൾ നമ്മോട് പറയുന്നത്. ഈ ട്രീ വാലി റിസോർട്ടിൽ കുടുങ്ങിപ്പോയ മുഴുവൻ ആളുകളെയും അവസാനത്തെ സംഘത്തെ കൂടി നമ്മുടെ രക്ഷാസേന രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കുട്ടികളും അതേപോലെയുള്ള ആളുകളുമൊക്കെ തന്നെ പരിക്ഷീണരാണ്. മണിക്കൂറുകളോളം വെള്ളവും ഒന്നുമില്ലാതെ അവരവിടെ കഴിയേണ്ടി വന്നു. മാത്രമല്ല ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ വെള്ളക്കെട്ടിൻ്റെ അന്തരീക്ഷം
അന്തരീക്ഷവും അതുപോലെ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകളും ഒക്കെ തന്നെ ഇവരെ വല്ലാതെ തകർത്തെറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ദൗത്യ സേനാംഗങ്ങളെ നമ്മൾ വല്ലാതെ സല്യൂട്ട് ചെയ്തു പോകുന്ന നിമിഷമാണിത്. എല്ലാം മറന്ന് കൈയും മെയ്യും മറന്ന് മലയാളികൾ നമ്മുടെ ജനസമൂഹം ഒന്നാകെ മാറി ഒരു നാടിനെ കൈത്താങ്ങായി മാറുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. മരണം 167 കടന്നു എന്ന വാർത്തകൾ വരുമ്പോഴും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും കാണാതായ ആളുകൾ പരിഭ്രാന്തരായി പല ആശുപത്രികളിലും ആളുകളെ തിരക്കി നടക്കുന്നു എന്നാണ് വാട്സപ്പിലൊക്കെ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാകുന്നത്. ഏറ്റവും സാഹസികമായ ഒരു ദൗത്യമാണ് നമ്മുടെ രക്ഷാസേന ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് കുറുകെ വടം കെട്ടി അപ്പുറം കടക്കാനുമൊക്കെ അവർ ശ്രമം നടത്തി. മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും കര കടത്തുവാനും ഇക്കരെ പോകുവാനും ഒക്കെ അവർ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്ന പോലെ കിലോമീറ്ററുകളോളം നടന്നാണ് ഈ രക്ഷാദൗത്യ സേനാംഗങ്ങൾ ഈ മുണ്ടകൈയുടെ ഏറ്റവും വിദൂരമായ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിജയകുമാർ, അവിടെ നിന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ നമുക്കൊന്നും നമ്മുടെ മാധ്യമ ജീവിതത്തിൽ പരിചയമില്ലാത്ത ഒരുപാട് ദുരന്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാർത്താ അവതാരകൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മുഹൂർത്തങ്ങളെയാണ് നമ്മൾ നേരിടുന്നത്. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മൾ ഇത്തരം വിദൂരമായ ടെറൈനുകളിൽ ചെല്ലുകയും അവിടുത്തെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിവേഗത്തിൽ കൂലം കുത്തി പാഞ്ഞു വരുന്ന ഈ പുഴയ്ക്കും അപ്പുറം നിന്ന് നമുക്കൊപ്പം ഒരുപാട് വാർത്തകൾ പങ്കിടാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഈ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ രക്ഷാദൗത്യത്തോടൊപ്പം നമ്മുടെ ദൗത്യസേന അംഗങ്ങളോടൊപ്പം നമ്മളും വാർത്തകൾ നൽകാൻ വേണ്ടി ഇത്രയും താണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ വാടി തളർന്നു പോയിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചയാണ്. പക്ഷേ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു, അല്ലെങ്കിൽ അവനോ അവളോ എന്നറിയില്ല, അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. മാത്രമല്ല ഈ റാണിമലയിൽ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിപ്പോയ അവസാനത്തെ സംഘം ആളുകളെയാണ് ഇപ്പോൾ രക്ഷാസേന നമ്മുടെ കേരള പോലീസ് സേനയും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാർത്തയാണ്. കുന്നിൻ മുകളിലേക്കൊരു ജീവിതം നീണ്ടു ചെല്ലുന്ന കൈത്താങ്ങിൻ്റെ കരങ്ങൾ നീണ്ടു ചെല്ലുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പനിമിഷങ്ങൾക്കകം ഷഹദ് റഹ്മാനും വിജയകുമാറും നമുക്കൊപ്പം ചേരുമെന്ന് കരുതുന്നു. വിജയകുമാർ, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമെങ്കിൽ താങ്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ യഥാർത്ഥത്തിൽ പ്രകൃതി തകർത്തെറിഞ്ഞ മലമടക്കുകളിൽ നിന്ന് താങ്കൾക്ക് മറ്റു പറയാനുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? ഈ കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന ഈ വെള്ളക്കെട്ടും പ്രളയവും തകർത്തെറിഞ്ഞത് നമ്മൾ സ്വരുക്കൂട്ടി വെച്ച ഒരുപാട് സ്വപ്നങ്ങളാണ് എന്ന് നമ്മൾ അറിയുന്നു. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും വന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ വയനാട്ടിൽ ഈ അപകടം പിടിച്ച സമയത്തുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഏതാണ്ട് ഒരുപാട് റിസോർട്ടുകൾ, 1000-ലധികം റിസോർട്ടുകൾ ഉണ്ടെന്ന് കരുതുന്ന വയനാട്ടിലെ പല റിസോർട്ടുകളിലേക്കും ഈ കാലത്ത് ആളുകൾ വിശ്രമിക്കാൻ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ റിസോർട്ടിൽ, ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടന്നുപോയ കുറേ മനുഷ്യ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ കിഴക്കാന്തൂക്കായി കിടക്കുന്നൊരു മലമടക്കിൽ നിന്ന് നമ്മുടെ രക്ഷാസേന ആളുകളെ രക്ഷപ്പെടുത്തി പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എസ് വിജയകുമാർ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. വിജയകുമാർ, താങ്കളുടെ കാഴ്ചവട്ടത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഒരുപക്ഷേ നമുക്ക് ശ്വാസമടക്കി പിടിച്ച് മാത്രമേ ഈ നെഞ്ചു പിളർക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയൂ. ജീവിതം കൺമുന്നിൽ തകർന്നു വീഴാൻ പോകുന്നു. മരണം നമുക്കടുത്തായി എന്ന് തോന്നിയ നിമിഷങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് പടർന്നു കയറുന്ന കുട്ടികളെ കൂടി നമ്മൾ കാണുന്നു. ഒരുപക്ഷേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കരുതലോടെ സൂക്ഷ്മതയോടെയാണ് നമ്മുടെ ദൗത്യസേന അംഗങ്ങൾ രക്ഷപ്പെടുത്തി പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷേ മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടുന്ന പെൻഡുലം പോലെ ജീവിതം നടുങ്ങിപ്പോയ നിമിഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് കരകയറി വരുന്നത്. 163 പേർ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.